ഹലോ ഗൈസ്, നമ്മളിന്നൊരു എക്സ്പെരിമെൻ്റ്, ഒരു സയൻസ് എക്സ്പെരിമെൻറ്റ് സയൻസ് ഒരു ടൈപ്പ് എക്സ്പെരിമെൻ്റാണ്. നമ്മളിന്നൊരു സ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഈ ലൈറ്റിൻ്റെ സെൻസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്വിച്ച്. അതായത് LDR എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ ഗൈസ്, ഇതാണ് LDR. കണ്ട കറക്റ്റ് കിട്ടണമെന്ന് അറിയില്ല. ഈ ഒരു സെൻസറിനൊരു പ്രത്യേകതയുണ്ട്. സെൻസറല്ല, ഇതൊരു ലൈറ്റ് ഡിപ്പെൻഡബിൾ ഒരു ഡയോഡാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ലൈറ്റിൻ്റെ വെയിൽ വരുമ്പോൾ ഇത് ഓഫ് ആവുകയും ചെയ്യും, വെയിലില്ലാത്ത ഇരുട്ട് സമയത്ത് ഇത് ഓൺ ആവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു LDR ആണ് ഗൈസ്. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ചാണ്, ഓട്ടോമാറ്റിക് ഓൺ ഓഫ് സ്വിച്ചാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ, നേരെ വീഡിയോയിലിട്ട് പോകും. അപ്പോൾ ഗൈസ്, നമുക്കത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ എന്താണെന്ന് നോക്കിയാലോ, നമ്മളൊരു കവറിൽ ഇത്രയും സാധനങ്ങൾ വേണം. ഇത്രയും വേണ്ട, ഞാൻ മേടിച്ചപ്പോൾ കുറച്ച് 2-3 എക്സ്ട്രാ മേടിച്ചതാണ്. ഞാൻ 2 LED ബൾബ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം മതി. ഒരു LED ബൾബ് എടുക്കാം, മറ്റേത് നമുക്ക് എടുത്ത് വയ്ക്കാം, എങ്ങാനും മടിച്ച് പോയി എടുക്കാമല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു LDR ആണ്. ഇതാണ് ഇതിൻ്റെ സെൻസർ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഭവം. LDR എന്ന് കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഏകദേശം ഒരു 3 രൂപ കണ്ട് വരുന്നുള്ളൂ. കണ്ടോ, ഇത് നമുക്ക് വേണം. പിന്നെ വേണ്ടത് ഇതെന്ന് പറഞ്ഞത് 8050 എന്ന് പറഞ്ഞിട്ടൊരു ട്രയോഡ് ഒരു സംഭവമാണ്. കണ്ടോ, ട്രയോഡ് എന്ന് പറഞ്ഞാൽ 8050 എന്ന് പറഞ്ഞിട്ടൊരു മോഡലിൻ്റെ ഒരു സംഭവമാണ്. ഇത് നമുക്ക് വേണം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു റെസിസ്റ്ററാണ്. 100Kയുടെ ഒരു റെസിസ്റ്ററാണ്. കണ്ടോ, അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ റെസിസ്റ്ററും ട്രയോഡും LED ബൾബും നമ്മൾ എക്സ്ട്രാ മേടിച്ചിരുന്നു. നമ്മളെങ്ങാനും പരീക്ഷണം എക്സ്പെരിമെൻറ്റ് പാളിപ്പോയാൽ എടുക്കാമല്ലോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റിക്കാം. പിന്നെ ശേഷം നമുക്ക് ഈ 4 സാധനങ്ങൾ വേണം. പിന്നെ നമുക്കിത് പവർ ചെയ്യാൻ വേണ്ടി ഒരു ബാറ്ററി. അപ്പോൾ എൻ്റെ ഇരുന്നൊരു ഞാൻ 3 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയുടെ ഷേപ്പ് നോക്കണ്ട, 3 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. ഞാൻ പവർ ബാങ്കിൽ നിന്ന് ഒന്ന് ഊരിയിടുന്നതാണ്. പവർ ബാങ്ക് വർക്ക് ചെയ്യേണ്ടായപ്പോൾ ഞാൻ അതിൽ നിന്ന് പൊളിച്ചെടുത്ത് വയറൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ വയറിങ്ങനെ കണക്ട് ചെയ്ത് ലൈറ്റ് എത്തിക്കുക, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാമല്ലോ. അതിന് വേണ്ടി നമ്മൾ സ്വിച്ചൊക്കെ ചെയ്ത് എടുത്തേക്കാണ്. അത് നോക്കണ്ട, നിങ്ങൾ ബാറ്ററി. ഇപ്പം നമുക്ക് 5 സാധനങ്ങൾ വേണ്ട. ഇങ്ങനത്തെ 3 ഐറ്റംസും പിന്നെ ഒരു ബാറ്ററിയും 3 വോൾട്ടിൻ്റെ. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ബാറ്ററി തൽക്കാലം അവിടെ വയ്ക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഒരു വയർ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി ഒരു വയറുണ്ട്, അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഒരു വയർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് വയറുകൾ ഇതുപോലത്തെ വേണം. ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതേ നമ്മൾ ഇത്രയും ഇങ്ങനത്തെ കുറച്ച് വയറുകൾ എടുത്തിട്ടുണ്ട്. സ്പീക്കർ വയറോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ വയറെടുത്താലും മതി. ഇപ്പോൾ ഇത്രയും വയറെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇൻസുലേഷൻ ടേപ്പോ അങ്ങനെ എന്തെങ്കിലും ടേപ്പ് എടുക്കാൻ. അപ്പോൾ മാസ്കിൻ ടേപ്പാണ് എടുത്തതാണ്. പിന്നെ വയർ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ശരിക്കും ഈ 4 ലൈറ്റാണ് മെയിനായിട്ട് വേണ്ടത്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമുക്കിത് തൽക്കാലം എല്ലാ സൈഡിലോട്ട് നീക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലിപ്പ് ഇട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇത് വേണമെന്നില്ല, ഇതുമ്പോൾ നേരിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ബാറ്ററി മേന്ന് വേണമെങ്കിൽ ഊരാൻ എളുപ്പത്തിന് വേണ്ടി ഈ സാധനം ഫിറ്റ് ചെയ്യണതാണ്. അത് കണ്ടോ, ഇതിങ്ങനെ വെറുതെ ഞെക്കി കയറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കണക്ടർ പോലത്തെ ഒരു സംഭവമാണിത്. ഇത് വെറുതെ വെക്കാവുന്നതായതുകൊണ്ട് ഞാൻ വെറുതെ എൻ്റെ ഉള്ളിൽ ഇരിക്കണതുകൊണ്ട് ഞാൻ വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, വെറുതെ ഒരു കണക്ടർ മാത്രമാണ്. ഇപ്പോൾ കണക്ടർ ലോക്കായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. തൽക്കാലം ഇത് ഇങ്ങോട്ട് നീക്കി വെച്ചേക്കാം. ഓരോന്നായിട്ട് നമുക്കിതെടുത്ത് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്ററിയുടെ പ്ലസ്സും മൈനസും ഇത് കണ്ട കറക്റ്റ് അറിയാൻ വേണ്ടി നമ്മൾ ബ്ലാക്കും റെഡും വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ വയർ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു വയർ എടുത്തേക്കാണ്. നമ്മുടെ ഈ LED-യുടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനാണ് ബൾബ്. കാരണം നമുക്ക് വേറെ ലൈറ്റുകളൊക്കെ മാറ്റി ഫിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലത്തെ ഒരു കണക്ടറിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്ക് ലൈറ്റുകൾ ഇങ്ങനെ മാറ്റി ഊരി ഫിറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യണേ. അപ്പോൾ ഈ ബൾബിൻ്റെ LED കുറച്ച് നീട്ടത്തിൽ കിട്ടാൻ വേണ്ടി നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം.
അപ്പോൾ അതിൻ്റെ പ്ലസ് മൈനസ് നമ്മൾ നോക്കിയിട്ട് വലിയ ലെഗുള്ളത് പ്ലസ്സും മറ്റേത് മൈനസാണ്. അപ്പോൾ നമുക്ക് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്ലസ് ഈ അറ്റത്തും മൈനസ് നെഗറ്റീവ് ഇപ്പുറത്തും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ LED ബൾബും എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ വയർ ഇത് എവിടെ വെച്ചിട്ടുണ്ട്, LED-യുടെ വയറും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബ്ലാക്കും നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് ലൈറ്റ് മാറ്റണമെങ്കിലും കുറച്ച് എളുപ്പത്തിന് വേണ്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാറ്ററിയുടെ റെഡ് വയർ, അതിനുശേഷം നമ്മുടെ LED ബൾബിൻ്റെ റെഡ് വേണ്ട, ബാറ്ററിയുടെയും LED ബൾബിൻ്റെയും റെഡ് വയർ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാം. കണ്ട, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാറ്ററിയും LED ബൾബും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാറ്ററിയുടെ റെഡും LED ബൾബിൻ്റെ റെഡും ജോയിൻ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ റെസിസ്റ്റർ എടുക്കാം. റെസിസ്റ്റർ ഇതിൻ്റെ ഡയഗ്രം ഞാൻ സൈഡിൽ വേണമെങ്കിൽ സിമ്പിളായിട്ടൊരു രീതിയിൽ ഞാൻ കാണിച്ചു വെച്ചിട്ടുണ്ടാവും. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് നോക്കി ചെയ്യാം. അപ്പോൾ അതേ ഒരു റെസിസ്റ്റർ എടുത്തേക്കാണ്. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ ഒരു വശം നമ്മൾ ഈ ബാറ്ററിയുടെയും LED-യുടെയും ഈ പ്ലസ്സിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. അത് ഇവിടെ സോൾഡർ ചെയ്യണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ എൻ്റെ സോൾഡർ ചെയ്യാൻ കാണാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കൂട്ടി പിരിച്ച് ഇത് ചെയ്യാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താ, ബാറ്ററിയുടെ റെഡ് വയറും നമ്മുടെ LED ബൾബിൻ്റെ റെഡ് വയറും റെഡും ഇത് കൂട്ടി ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റെസിസ്റ്ററും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബാറ്ററിയുടെ റെഡും ബൾബിൻ്റെ റെഡും അതുമ്പോൾ റെസിസ്റ്റർ വെച്ചാണ്. റെസിസ്റ്റർ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ LDR, ഇതാണ് നമ്മളുടെ LDR എന്ന് പറയുന്ന ഈ സാധനം. അപ്പോൾ നമ്മുടെ ഈ LDR-ഉം നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു കണക്ടർ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഞെക്കാനുള്ള എളുപ്പത്തിലുള്ളൊരു കണക്ടറാണ്. അപ്പോൾ നമുക്കിത് ഊരാനും വെക്കാനും എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കണക്ടർ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ നേരിട്ട് ജോയിൻ ചെയ്ത് വെക്കാവുന്നുള്ളൂ. നമ്മളുടെ LDR നമുക്കൊന്ന് വേറൊരു വയറിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ സോൾഡറിങ് ചെയ്യാനുള്ളവരാണെങ്കിൽ നേരിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ ഈ സൈഡിലും ഡയഗ്രാം കാണിക്കാം, പിന്നെ അവസാനം ഡയഗ്രാം കൊടുത്തേക്കാം ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അത് നോക്കിയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ ഈ LDR ഇങ്ങനെ എടുത്തിട്ട് വേറൊരു ഇതുപോലത്തെ ഒരു റെഡും, നമുക്കിതിന് റെഡും വേറെ കളർ വേണമെന്നില്ല. LDR-ന് പോസിറ്റീവും നെഗറ്റീവും ഇല്ല. അതുകൊണ്ട് നമ്മളിത് ഏതെങ്കിലും ഒരു വയർ എടുത്തിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ LDR-ൻ്റെ 2 വയറുകളാണ്. അധികം കോംപ്ലിക്കേഷനൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. LDR-ൻ്റെ ഒരു വയർ, ഏതെങ്കിലും LDR-ൻ്റെ ഏതെങ്കിലും ഒരു വശത്തുള്ള വയറായാൽ മതി. നേരിട്ട് കണക്ട് ചെയ്തതാണ് LDR-ൻ്റെ ഈ വയറ്. അതിനുശേഷം നമുക്കിത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റ ഈ ഒരു സൈഡ് എടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ റെസിസ്റ്റർ ഇല്ലേ, ഇത് LDR-ൻ്റെ വയറാണ്. ബാറ്ററി, LED ബൾബ്, റെസിസ്റ്റർ നോക്കിയത് കാണാം. അതിനുശേഷം നമ്മളിത് നമ്മുടെ റെസിസ്റ്ററിൻ്റെ വയർ എടുത്തിട്ട് LDR-ൻ്റെ ഏതെങ്കിലും ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതേ റെസിസ്റ്ററും LDR-ൻ്റെ ഏതെങ്കിലും ഒരു വയറായിട്ട് ഇതേ നമ്മൾ കണക്ട് ചെയ്യണം. നമുക്കിത് ഇവിടെ നേരത്തെ ഈ പ്ലസിൻ്റെ വയറുകളുണ്ടല്ലോ, ബാറ്ററിയുടെ പ്ലസും LED ബൾബിൻ്റെ പ്ലസും റെസിസ്റ്ററും കൂടി ജോയിൻ ചെയ്ത് നമുക്കൊന്നൊരു ടേപ്പ് വെച്ച് ഒന്ന് ഷോർട്ടാവാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ചേർക്കാം. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ സോൾഡർ ചെയ്തതിന് ശേഷം ഈ ടേപ്പൊക്കെ ഉപയോഗിക്കണതിന് കുഴപ്പമില്ല. ഞാനിപ്പോൾ സോൾഡറിങ് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സോൾഡറിങ് ചെയ്യാൻ എൻ്റെ ഇത് കാണാനില്ല, എങ്ങനെ അത് വെച്ച് ചെയ്ത് കാണിച്ചു തന്നേനെ. ഇപ്പോൾ നമ്മളിത് ഷോർട്ടാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മളത് ഒട്ടിച്ച് കൊടുക്കണത്. ഇപ്പോൾ നന്നായിട്ട് ഷോർട്ടാവാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ബാറ്ററിയുടെ പ്ലസ് LED-യുടെ പ്ലസ് വയർ അത് രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം അതുമേന്നൊരു റെസിസ്റ്റർ എടുത്തിട്ട് LDR-ൻ്റെ ഏതെങ്കിലും ഒരു ലൈനിലേക്ക് കൊടുക്കാം. LDR-ൻ്റെ ഏതെങ്കിലും ഒരു വയർ, ഇത് 2 പിന്നുണ്ടല്ലോ, ഇതിൻ്റെ ഏതെങ്കിലും ഒരു പിന്നിലേക്ക്, ഇതാണ് ഒരു LDR-ൻ്റെ 2 വയർ, ഇതിൻ്റെ ഏതെങ്കിലും ഒരു പിന്നിലേക്ക് നമ്മുടെ റെസിസ്റ്റർ കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ 8050 ട്രയോഡാണ് ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. ഇതിമേന്ന് കണക്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പം ഞാനിത് കുറച്ച് വളച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ LDR-ൻ്റെ വയർ ഇത് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് മേന്നൊരു വയറെടുത്ത് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു കുഞ്ഞ വയറെടുത്തിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചുറ്റി 3 ലെഗും ഇങ്ങനെ ഇതുപോലെ ചുറ്റി എടുത്തു കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു വയറെടുത്തിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇത് ഒന്നാമത്തെ ലെഗുമേക്ക് നമ്മളൊരു വയർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ലെഗുമേക്ക് നമുക്കൊരു വയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ലെഗുമേയും കൂടി നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുകയാണ്. കണ്ട, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി, പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ ചുറ്റി ഇങ്ങനെ 3 ലെഗും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇൻസുലേഷൻ ചെയ്തെടുക്കണം. ഷോർട്ട് ആവേണ്ട പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ലെഗുകളും കട്ട് ചെയ്യല്ല, ഓരോ ലെഗുമേ നമ്മളിതിങ്ങനെ മാസ്കിങ് ടേപ്പ് ചുറ്റി അതിനെ ഒന്ന് സെക്യൂറാക്കി നമുക്ക് ഷോർട്ടാവാത്ത രീതിയിലാക്കി എടുക്കണം. നമ്മൾ കുറേ വയറുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുമ്പോൾ ഇല്ലെങ്കിൽ ഷോർട്ടാവും. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കണമല്ലോ. ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റലേഷൻ ടേപ്പ് അത് എടുക്കാനത് ഇത് ഒട്ടിക്കാൻ കുറച്ച് പാടായിരിക്കും. മാസ്കിങ് ടേപ്പ് ആകുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഇത് ക്രാഫ്റ്റ് അങ്ങനത്തെ എക്സ്പെരിമെൻ്റ് വർക്കിനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പവും സുഖമുള്ളതും നമുക്ക് ഈ മാസ്കിങ് ടേപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതുകൊണ്ടല്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ നമ്മുടെ ഈ ട്രയോഡിൻ്റെ ഒരു ലെഗും കൂടി നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ 3 ലെഗുകളും കൂടി ഇതേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിടിക്കുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, പരന്ന ഭാഗം ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ മാർക്കിങ് 80-50 എന്നുള്ള ഇത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇതുള്ള സൈഡിൽ ഇങ്ങനെ പിടിക്കാം. നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ ആയിട്ടൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിങ്ങനെ പിടിക്കാം. ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ നമുക്ക് ഈ ഏറ്റവും അറ്റത്തെ ഒരു ലെഗ് ഉണ്ടല്ലോ, ഈ ഏറ്റവും അറ്റത്തെ ലെഗ് നമ്മുടെ ബാറ്ററിയിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ബാറ്ററിയുടെ ഈ മൈനസ് ഇല്ലേ, നെഗറ്റീവ്. അപ്പോൾ ഈ ബാറ്ററിയുടെ നെഗറ്റീവും ട്രയോഡിൻ്റെ ഏറ്റവും നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ലെഗും ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ ലെഗുകൾ കാണാൻ പറ്റും. ബാക്കി 2 ലെഗും ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇത് നമ്മളെടുത്തിട്ട് നമ്മളുടെ നേരത്തെ ഒരു LDR എടുത്തില്ലേ, ഈ LDRൻ്റെ ഒരു ലെഗ് നമ്മളിത് റെസിസ്റ്ററിലേക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതേ നമ്മൾ രണ്ടാമത്തെ ലെഗ് ഉണ്ടല്ലോ, രണ്ടാമത്തെ ലെഗും ഈ ബാറ്ററിയുടെ നെഗറ്റീവിലെ ഈ ലെഗും കൂടി നമുക്ക് ജോയിൻ ചെയ്യാം. അതെ, ഇതിങ്ങനെ നമ്മൾ പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതെ, ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി. അതും കഴിഞ്ഞു. ഏകദേശം നമ്മുടെ വർക്ക് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി 2 ലെഗ് ഫ്രീ ആയിട്ട് കിടക്കണം നമ്മുടെ ഈ ട്രയോഡിൻ്റെ. ഈ ഒരു ലെഗ് നടുക്കത്തെ ഏറ്റവും സെൻട്രലായിട്ട് തന്നെ ഈ ഒരു ലെഗാണ് നമ്മൾ ഇനി എടുക്കാൻ വേണ്ടി. കണ്ട, ഈ ലെഗ് എവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ LDR ഉണ്ടല്ലോ, LDRൽ ഒരു ലെഗിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ലെഗ് കണക്ട് ചെയ്തു, ബാറ്ററിയുടെ നെഗറ്റീവും. അപ്പുറത്തെ ലെഗ് ഉണ്ടല്ലോ, നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്ത ലെഗ്, ഇത് ഈ ലെഗിൽ നമ്മുടെ ഈ നടുക്കത്തെ ട്രയോഡിൻ്റെ സെൻട്രലിലുള്ള ഈ ലെഗ് ഇത് നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് കണ്ട, നമ്മളിത് റെസിസ്റ്ററും LDRൻ്റെ കണക്ഷൻ വരുന്ന ലെഗിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ പിരിച്ചു വയ്ക്കുന്നുള്ളൂ. അതും അങ്ങനെ നമുക്ക് ജോയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ ഈ ട്രയോഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ലെഗ് മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം കാണാം. അപ്പോൾ ഈ ലെഗ് എവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ കൊടുത്ത ഈ LED ബൾബിൻ്റെ പോസിറ്റീവ് റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തു, നെഗറ്റീവ് ഇവിടെ നമുക്ക് വെറുതെ കിടക്കണ്ടാവും. അപ്പോൾ ഈ നെഗറ്റീവിലോട്ടാണ് നമ്മളിനി ബ്ലാക്ക് വയറല്ലോ, നമ്മുടെ ഈ വയർ ഒന്നുകൂടി കാണിച്ചു തരാം. ട്രയോഡിൻ്റെ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ലെഗ് LED ബൾബിൻ്റെ ബ്ലാക്ക്, അതായത് മൈനസ് ആയിട്ടുള്ളത്. പ്ലസ്സിന് നമ്മൾ റെഡ് കൊടുത്തത് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതായിട്ട് റെസിസ്റ്ററായിട്ട്. LED ബൾബിൻ്റെ മൈനസ് ട്രയോഡിൻ്റെ റൈറ്റ് സൈഡിലെ ലെഗായിട്ട് കണക്ട്. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണേ. ഇതങ്ങനെ കണക്ട് ചെയ്തു. പിന്നെ ഏകദേശം അതിൻ്റെ വർക്ക് നമ്മുടെ പൂർത്തിയായിരുന്നു വേണമെങ്കിൽ പറയാം. ഏകദേശം നമ്മുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ വയർ പോസിറ്റീവ് നെഗറ്റീവ് ഈ പ്ലസ് വയർ ഇത് എടുത്തു. പ്ലസിൻ്റെ ഒരു വശം നമ്മുടെ LEDയുടെ ഒരു വശമായിട്ട് കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്ത ആ വയറിൽ തന്നെ നമ്മൾ റെസിസ്റ്റർ ഫിറ്റ് ചെയ്തു. ബാറ്ററിയുടെയും LED ബൾബിൻ്റെയും റെഡ് വയറിൽ റെസിസ്റ്റർ കണക്ട് ചെയ്തു. റെസിസ്റ്ററിൽ നിന്ന് ഒരു വയറെടുത്ത് നമ്മുടെ LDRലേക്ക് കണക്ട് ചെയ്തു. അത്ര വരെ ഓക്കെ അല്ലേ? അതിനുശേഷം നമ്മുടെ ബാറ്ററിയുടെ ബ്ലാക്ക് വയർ എടുത്തിട്ട് നമ്മുടെ ട്രയോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ലെഗിൽ കണക്ട് ചെയ്തു. ആ വയർ തന്നെ LDRൻ്റെ നമ്മൾ ഒരു വയർ കണക്ട് ചെയ്യാണ്ടിട്ടിരുന്ന ആ വയർ നമ്മൾ ഇപ്പുറത്തെ വയറെടുത്ത് ഇവിടെ കൊടുത്തു. ഒരു വയർ നമ്മൾ റെസിസ്റ്ററിന് കൊടുത്തു, ഒരു വയർ ബാറ്ററിയുടെ ഈ ബ്ലാക്ക് വയറിലും കൊടുത്തു. നടുക്കത്തെ ട്രയോഡിൻ്റെ ലെഗ് വരുന്നത് റെസിസ്റ്റർ കൊടുത്തിരിക്കുന്ന കണക്ട് ചെയ്ത ആ ഒരു ഇതിനത്തേക്ക് കണക്ട് ചെയ്തതാണ്. സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ പിടിച്ച് കാണിച്ചു തരാം ഞാൻ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മളിനി നമ്മുടെ ലൈറ്റിൻ്റെ പവർ കൊടുത്തോക്കാം. ഗൈസ്, കത്തിയില്ലല്ലോ. കത്തില്ല, എങ്ങനെ കത്തില്ല എന്ന് ഈ സംഭവം നമ്മുടെ എക്സ്പെരിമെൻറ്റ് പാസ്സായോന്നറിയാൻ നമ്മളൊരു ചെറിയൊരു ട്രിക്ക് ചെയ്താൽ മതി.
നമ്മുടെ കൈ ഈ LDRൻ്റെ മുകളിൽ വെച്ചാൽ ഈ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെരിമെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റഡ് ആണ്. കണ്ടോ സംഭവം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ LDR ലൈറ്റ് വരുമ്പോൾ നമ്മുടെ ഈ കണക്ഷൻ ഓഫ് ചെയ്യും. കണക്ഷൻ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് പവർ നമ്മുടെ LED ബൾബിലോട്ട് പോവില്ല. കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഇതിനകത്തേക്ക് വെളിച്ചം വരുന്ന കാരണം നമ്മുടെ ലൈറ്റ് കത്തില്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് അടച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കത്തണം കാണാം. കണ്ടോ ഇത് സെൻസറാണ്. കണ്ടോ നമ്മൾ വെറുതെ കൈയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഓടിച്ചാൽ മതി. നമ്മളിത് ഇപ്പോൾ വെളിച്ചില്ലാത്തൊരു സ്ഥലത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കത്തണം കാണാം. എൻ്റെ കൈയുടെ ഉള്ളിൽ ഇതിപ്പോൾ നിറച്ചിരുട്ടാണ് കേട്ടോ. കൈയുടെ ഉള്ളിൽ കൊണ്ട് കത്തണം ആയിക്കോ. വേണ്ട ലൈറ്റ് ഇല്ലാത്ത ഇരുട്ടുള്ള സമയത്ത് ലൈറ്റ് കത്തുകയും വെളിച്ചം വരുമ്പോൾ ലൈറ്റ് കെടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സെൻസറാണിത് LDR എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രം ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ നോക്കി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേറൊരു ലൈറ്റ് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ലൈറ്റ് കത്തി കിടക്കണം കാണാം. കാരണം നമ്മൾ ഈ ലൈറ്റ് വേറൊരു ലൈറ്റ് വെച്ചിട്ടുണ്ടായി സെപ്പറേറ്റ്. അപ്പോൾ ഇപ്പോൾ ഈ ഇരുട്ടായല്ലോ, അപ്പോൾ അങ്ങനെ ലൈറ്റ് കത്തണതാണ്. വെയിൽ വരുന്ന സമയത്ത് ലൈറ്റ് ഓഫായി കിടക്കും. അപ്പോൾ നമുക്ക് ഇത്രയും വേറൊരു വലിയ ലൈറ്റ് കണക്ട് ചെയ്ത് നോക്കാം. ഈ റെഡ് ഇതിനധികം വെളിച്ചില്ലാത്താനും നമുക്ക് മനസ്സിലാകാത്തതാണ്. അത് നമ്മൾ വേറൊരു ലൈറ്റ് കണക്ട് ചെയ്ത് നോക്കാൻ പോകണം. ഇത് ഇങ്ങനെ ഊരിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഇങ്ങനത്തെ ഒരു കണക്ടർ വെച്ചത്. ഇതിൻ്റെ പ്ലസ് വയർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുത്തു. ശരി, നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം. കണ്ടോ ലൈറ്റ് കത്തിയില്ല. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലൂടെ കൈ കൊണ്ടുവരുമ്പോൾ കത്തി. കണ്ടോ നിങ്ങൾക്കിത് അടുത്ത് നോക്കിയാൽ കാണാം. കണ്ടോ ഞാനൊന്നും തൊടാനില്ല, തൊടാതെയാണ് ഇങ്ങനെ കത്തണം. കണ്ട ഇങ്ങനൊരു ഇരുട്ടത്ത് ഇങ്ങനെ കത്തണ ഒരു സംഭവമാണ്. ഇങ്ങനെ വെച്ചേക്കാണ്. ഞാൻ ഈ റൂമിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇപ്പോൾ ചെറുതായിട്ട് ലൈറ്റ് കത്തേണ്ടത് ഈ വെയിലല്ല നമ്മുടെ റൂമിൽ ലൈറ്റ് ഉണ്ടല്ലോ. ഞാൻ റൂമിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കത്തിയിരിക്കുന്നത് കാണാം. പിന്നെ ഞാൻ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ലൈറ്റ് കിടന്നതും കാണാം. കണ്ട കെട്ടും ഒരു ടോർച്ച് ലൈറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ അതായത് സൂര്യനെ ഏകദേശം കണ്ട നമ്മൾ ഈ ലൈറ്റ് വരുമ്പോൾ നമ്മുടെ ഈ LDR സെൻസർ വർക്ക് ചെയ്ത് നമ്മുടെ ഇത് സ്വിച്ച് ഓഫ് ചെയ്യും. കണ്ട ഇങ്ങനൊരു ചെറിയൊരു പ്രിൻസിപ്പിളാണ് ഇതിനകത്ത് വരുന്നത്. ഈ LDR ആണ് ഇതിൻ്റെ മെയിനായിട്ടൊരു സെൻസർ. ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ സർക്യൂട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാമറ മുന്നാണ്ട് കയറാം. അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊണ്ട് സ്റ്റോപ്പ്. അപ്പോൾ അത് നമ്മുടെ അത് കണ്ടോ നമ്മളുണ്ടാക്കിയ ആ സർക്യൂട്ട് LDR ഇവിടെ വെച്ചിട്ടുണ്ട്. LDR നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ നമ്മൾ വെച്ച് ഈ LDR നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഇങ്ങനെ വയ്ക്കുക. ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ സർക്യൂട്ട് വർക്കാവില്ല. നമ്മളിങ്ങനെ വയ്ക്കുക. അപ്പോൾ അത് ഇതാണ് നമ്മുടെ LED അല്ലെങ്കിൽ ലൈറ്റ് കണക്ട് ചെയ്യുന്ന സ്ഥലം. ഇത് ബാറ്ററി കണക്ട് ചെയ്യുന്ന സ്ഥലം. നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ലൈറ്റായിട്ട് ഇത് നമ്മളിതുപോലത്തെ ഒരു പച്ച ലൈറ്റാണ് എടുക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബാറ്ററി വെച്ച് ഈ ലൈറ്റ് കത്തണമെന്ന് കാണിച്ചു തരാം. റെഡ് കണക്ട് ചെയ്യാം, ബ്ലാക്ക് കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ബാറ്ററി ഓൺ ആക്കുമ്പോൾ ലൈറ്റ് കത്തണമാണ്. അപ്പോൾ നല്ല പ്രകാശം കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാം. കണ്ടോ
സർക്യൂട്ടിലേക്ക് നമുക്കിനി നമ്മുടെ ലൈറ്റ് കണക്ട് ചെയ്യാം. ഞാൻ ആ വീഡിയോയിൽ കാട്ടിയിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടായില്ല, ഞാൻ ഇൻസുലേഷൻ ചെയ്ത് ചുറ്റിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരാൾ കിടക്കണമെങ്കിൽ അപ്പോൾ നമുക്കിത് ലൈറ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ലൈറ്റിൻ്റെ റെഡ് കണക്ട് ചെയ്ത് ഇതിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കാം, മറ്റേ വശവും ഇതിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ബാറ്ററി അല്ലെങ്കിൽ കറണ്ടിൻ്റെ കണക്ഷൻ, കറണ്ട് മീൻസ് DC കറണ്ട് മാത്രമേ എനിക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ AC നമുക്ക് ആക്കാൻ പറ്റും. ഇനി ചെറിയ പരിപാടികൾ ചെയ്യണം. ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് DC കറണ്ടിന് വേണ്ടിയാണ്. നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കാം. ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഇതും കൂടി കണക്ട് ചെയ്താൽ നമ്മുടെ ബാറ്ററിയുടെ വർക്ക് കഴിയും. ബാറ്ററിയുടെ ഏകദേശം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിത് എവിടെയെങ്കിലും കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ബാറ്ററിയുടെ പവർ ഓൺ ആക്കാൻ പോവാണ്. ഇപ്പോൾ ലൈറ്റ് കത്തുണ്ടോ നോക്കാം. ഗൈസ് ഇപ്പോൾ ലൈറ്റ് കത്തുന്നില്ല. നമുക്കിപ്പോൾ ഇത് എവിടെയെങ്കിലും വയ്ക്കാം. ഗൈസ് ഞാനിപ്പോൾ എവിടെ വയ്ക്കാം? ഇവിടെ വയ്ക്കാം തൽക്കാലം. നമ്മുടെ ബാറ്ററി കണക്ഷനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ ഇങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ ഈ ലൈറ്റ് കത്തണത് കാണാൻ പറ്റും. സൂര്യൻ പോയി കഴിയുമ്പോൾ വെളിച്ചുണ്ടാവില്ല, അപ്പോൾ ഇങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ടോ? കണ്ടോ ലൈറ്റ് കത്തണേ? ഈ വെളിച്ചമുള്ളത് കൊണ്ടാണ് നമുക്കിത് കറക്റ്റായിട്ട് ക്യാമറയിൽ കിട്ടാത്തത്. സൂര്യൻ പോയി കഴിയുമ്പോൾ നമുക്കിത് വേണമെങ്കിൽ കത്തണ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മുടെ ലൈറ്റ് രാത്രി നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കത്തിക്കണ കാണാൻ പറ്റും. കണ്ട ഇവിടെ ഫ്രണ്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത് സെൻസർ കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്ത് നമ്മുടെ ലൈറ്റ് കത്തുന്നതാണ്. കണ്ട ഇവിടെ ഒരു പോസ്റ്റും ഉള്ളതാണ്. എന്നിട്ടും നമ്മുടെ ഈ സെൻസറിന് കുഴപ്പമില്ലാണ്ട് കണ്ട ലൈറ്റ് വെയിൽ വന്നാൽ മാത്രമേ ലൈറ്റ് കയറുള്ളൂ. ഇപ്പോൾ ഈ സെൻസർ കണ്ട, സെൻസർ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ലൈറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവുന്നത് കാണാം. പക്ഷേ ഇപ്പോൾ പുറത്ത് ഈ പോസ്റ്റ് മേലത്തെ വെളിച്ചം വന്നാൽ നമ്മുടെ ലൈറ്റ് കിട്ടില്ല. കാരണം സൂര്യപ്രകാശം വന്നാൽ മാത്രമേ ഈ ലൈറ്റ് ഓഫ് ആവുള്ളൂ. സൂര്യപ്രകാശം പോയി കഴിയുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ലൈറ്റ് ഓട്ടോമാറ്റിക് ലൈറ്റ് സെൻസർ ബാക്കിലാണ്. ആരാണ് ഗൈസ്? അതാരാണ് ഗൈസ് ബാക്കിൽ നിന്നൊരു വ്ളോഗ് എടുക്കുന്നത്? വ്ളോഗും ചെക്കൻ പുതിയ ചാനല് തുടങ്ങിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കൈയൊക്കെ ഒടിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ മാച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് ഗൈസ് കൈയുടെ. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഡയോഡൊക്കെ വെച്ച് LDR ഒക്കെ വെച്ച് നമ്മുടെ സെൻസർ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പുറത്തെവിടെയെങ്കിലും പോയേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ലൈറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ രാത്രി ആകുമ്പോൾ ലൈറ്റ് കത്തുകയും ചെയ്യും, നേരം വെളുത്ത് കഴിയുമ്പോൾ ലൈറ്റ് കെടുകയും ചെയ്യും. അങ്ങനൊരു സംഭവമാണ് ഈ LDR വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് എക്സ്പെരിമെൻ്റൊക്കെ ആയിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഒരു എക്സ്പെരിമെൻ്റാണ്. അധികം തലപൊതിഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ട ഇത്രയുള്ള 2 പേര് കണ്ട ഇത്രയുള്ള സിമ്പിൾ എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.